നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിലെ പെൻഷനായ 1000 രൂപയുടെ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുടങ്ങുകയാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം 60,000-ൽ പരം ആളുകളുടെ അപേക്ഷകളാണ് ഇപ്പോൾ നേരിട്ട് തള്ളിയിട്ടുള്ളത്. അതിൽ നമ്മുടെ പേരുണ്ടോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഏകദേശം 32 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോൾ 3 മാസത്തെ ഗഡു പെൻഷൻ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. ആദ്യം 1000 രൂപയും പിന്നീട് 2000 രൂപയുമായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 4ാം ഗഡു ആയ ഏപ്രിൽ മാസത്തിലെ 1000 രൂപയുടെ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടിയോ മറ്റന്നാളോടുകൂടി തന്നെ നമ്മുടെ കൈകളിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ പൂർത്തിയാക്കുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾ, അതുപോലെ തന്നെ അപേക്ഷയും പെൻഷൻ ലഭിക്കാത്ത ആളുകളെല്ലാം ശ്രദ്ധിക്കുക. ഒരുപാട് ആളുടെ പേരുടെ അപേക്ഷകൾ തള്ളിയിട്ടുണ്ട്. പലരോടും പല കാരണം കൊണ്ടാണ് അപേക്ഷ തള്ളിയിട്ടുള്ളത്. കുറച്ചാളുടേത് അപേക്ഷയിലെ ഡോക്യുമെൻ്റ് ക്ലിയറില്ലാത്തത് കൊണ്ടാണ്. മറ്റു ചില ആളുടേത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ്. അങ്ങനെ പല ആളുടെയും പല അപേക്ഷകളും തള്ളിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അപേക്ഷയുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പെൻഷൻ്റെ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. പെൻഷൻ സേവന വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ആധാർ നമ്പർ, അതില്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ, അതുമല്ലെങ്കിൽ പെൻഷൻ ID നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്മുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണോ, അതുപോലെ തന്നെ ഏത് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്, ഇനി നമുക്ക് ഏത് മാസത്തിലാണ് ലഭിക്കാനുള്ളത്, നമ്മൾ കൊടുത്ത അക്കൗണ്ട് നമ്പർ ഏതാണ്, നമ്മുടെ ഫോൺ നമ്പർ ഏതാണ്, എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ കമൻറ്റ് പറഞ്ഞിരുന്നു. അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാരിൽ നിന്നും ഇതുവരെയും ഒരു അറിയിപ്പ് വന്നിട്ടില്ല. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അങ്ങനെ അറിയിപ്പ് വരുന്ന സമയത്ത് നമ്മൾ അതും കൂടി നിങ്ങളോട് അറിയിക്കുന്നതാണ്. അതിനുമുമ്പായി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രേഖകളെല്ലാം ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്കിങ്ങനെ രേഖകൾ ക്ലിയർ ചെയ്യാൻ, അതുപോലെ തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തൽ, പേര് ആഡ് ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പുമായി ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അതിന് നമ്മൾ 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂട്ടുകാരുമായി പങ്കുവെക്കാനുള്ളത്, നമ്മുടെ ചാനൽ ഇപ്പോൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിങ്ങനെ ഒരു ചാനലുമായി മുന്നോട്ട് വന്നത്. അന്ന് മുതൽ ഇന്നുവരെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങൾ തന്ന സന്തോഷമാണ് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത്. വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കൊരു പുതിയ